ഒരു മനുഷ്യന് 86,400 സെക്കൻഡാണ് ഒരു ദിവസം പഠിച്ചോൻ കൊടുക്കുന്നത്. ഓരോ ദിവസത്തെയും 86,400 സെക്കൻഡ് കൊഴിഞ്ഞു വീണാണ് 2025 കഴിഞ്ഞു പോയത്. നമ്മളിങ്ങനെ സങ്കല്പിക്കുക, നമ്മുടെ അക്കൗണ്ടിലേക്ക് എല്ലാ ദിവസവും 86,400 രൂപ വരുന്നുണ്ട്. അത് വ്യവസ്ഥാപിതമായി ഉപയോഗിക്കണം. ഇന്ന കാര്യങ്ങൾക്ക് ഇന്ന പെർസെൻറ്റേജ് യൂസ് ചെയ്യണം, എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 86,400 രൂപ ചെലവിടാനുള്ളൊരു പ്ലാന് നമ്മളെടുത്തുണ്ടാവും. രാവിലെ 6 മണിക്ക് പൈസ പോസ്റ്റ് ചെയ്യും, അടുത്ത ദിവസം രാവിലെ 6 മണിയാകുമ്പോഴേക്ക് ആ പൈസ പോയിട്ടുണ്ടാകും എന്നുള്ളതാണ് രൂപമെങ്കിൽ ഉറപ്പായിട്ടും അയാൾ ആ ക്യാഷ് ഒരിക്കലും ലാപ്സാക്കി കളയില്ല. അതിനെ ചിട്ടയായി കൃത്യമായി ഉപയോഗിക്കും. എങ്കിൽ ആ പണത്തെക്കാളും മൂല്യവത്തായ മിനിറ്റുകൾ, ഓരോ മിനിറ്റും നമ്മുടെ ശരീരമായി നിലനിൽക്കണമെങ്കിൽ എന്തെല്ലാം രാസപ്രക്രിയകളും എന്തെല്ലാം ക്രമീകരണങ്ങളും നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ്റെ ശരീരത്തിലെ രക്തമൊഴുകുന്ന ഞരമ്പുകളെ നിവർത്തി വെച്ചാൽ ഈ ഭൂമിയുടെ ചുറ്റളവിനേക്കാളും വലുതായിരിക്കും അത് എന്നാണ്. കുറച്ചൊക്കെ ഞാനൊരു സയൻസിൻ്റെ ഒക്കെ ഒരാളാണ്, ഞാൻ കുറച്ചൊക്കെ വായിക്കുന്ന ആളാണെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ അതും വരെ അടിച്ചു വിട്ടതായിരിക്കും എന്ന് കരുതും. എനിക്കൊരു ശ്രോതാവ് ഉണ്ടായിരുന്നു പണ്ട്. അദ്ദേഹം ഒരു സെമി എയ്ത്തിസ്റ്റ് ആയിരുന്നു. എന്നാലും ഇപ്പോൾ പള്ളിയിൽ വരും. ഭാര്യ ഭയങ്കര കരച്ചിലും മറച്ചിലൊക്കെ ആകുമ്പോൾ പള്ളിയിൽ വരും. ജുമാ കഴിഞ്ഞാൽ മൂപ്പര് കുത്തുബയെ വിലയിരുത്തിക്കൊണ്ട് എനിക്ക് ചില ശബ്ദ സന്ദേശങ്ങളൊക്കെ അയക്കും. ഞാനത് വളരെ എന്നെക്കാളും പ്രായമുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തെ എല്ലാ ബഹുമാനത്തോടെയും അദ്ദേഹത്തിൻ്റെ ശബ്ദമൊക്കെ കേൾക്കും. എനിക്ക് എന്തെങ്കിലും പറയണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ചെറിയൊരു പ്രതികരണം കൊടുക്കും. ഒരു ദിവസം അദ്ദേഹം വളരെ വയലൻ്റായിട്ട് എനിക്ക് വോയിസ് അയച്ചു. നിങ്ങളെന്താ വിചാരിച്ച്, നിങ്ങൾ മെമ്പറിൽ കയറി എന്തെങ്കിലും അടിച്ചു വിട്ടാൽ അതൊന്നും അറിയാത്ത മണ്ടന്മാരാണോ ഞങ്ങളെന്നാണോ നമ്മൾ ഉദ്ദേശിച്ച് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ കാര്യം ആദ്യം മുമ്പ് പറയണില്ല. എന്താ, ഞാൻ ഇതേ പ്രയോഗം നടത്തിയിരുന്നു. ഭൂമിയുടെ ചുറ്റളവോളം വരും, അല്ലെങ്കിൽ ചുറ്റളവിനേക്കാളും വരും മനുഷ്യ ശരീരത്തിലെ രക്തസംക്രമണ പ്രക്രിയ നിർവഹിക്കപ്പെടുന്ന രക്തക്കുഴലുകൾ അല്ലെങ്കിൽ ഞരമ്പുകൾ, നാഡീഞരമ്പുകൾ എന്ന പ്രയോഗമാണ് മുപ്പരാകെ പ്രകമ്പനം കൊള്ളിച്ചത്. അത്യാവശ്യം നല്ല ഇംഗ്ലീഷും ഹിന്ദിയും സയൻസൊക്കെ ഉള്ള ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിന് ഇതിൻ്റെ കൃത്യമായ സയൻറ്റിഫിക് സോഴ്സുകൾ അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ താഴ്മയോടുകൂടെ കീഴടങ്ങി എന്നോട് സംസാരിച്ചു. അപ്പോൾ ആ ഒരു ചാൻസിൽ ഞാൻ മൂപ്പരോട് പറഞ്ഞു, നിങ്ങളുടെ എല്ലാ വിഷയങ്ങളും ഇങ്ങനെയാണ്. നിങ്ങൾ നേരത്തെ ചില ചിന്തകളും ധാരണകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സ്കെയിൽ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ കാര്യത്തെയും എടുക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എത്ര പിഴവുണ്ടോ അതുപോലെ പിഴവുണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന 90% കാര്യങ്ങൾക്കും. ഇത് നിങ്ങൾക്ക് തിരുത്താനും ചിന്തിക്കാനുള്ള നല്ലൊരു അവസരമാണെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറയാൻ ശ്രമിച്ചത്, ഭൂമിയുടെ ചുറ്റളവിനേക്കാളും വിശാലതയുള്ള രക്തക്കുഴലുകൾ ഓരോ മനുഷ്യൻ്റെയും ശരീരത്തിൽ സൃഷ്ടിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡുകളെയും സമ്പന്നമായി കൊണ്ടുപോകുന്ന റബ്ബ്, ആ റബ്ബിനോട് അൽഹംദുലില്ലാ പറയുമ്പോൾ അതിന് വേറൊരു സുഖമുണ്ട്. ആ റബ്ബിനെ കുറിച്ച് അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അതിന് വേറൊരു മനോഹാരിത ഉണ്ട്. അള്ളാഹു അക്ബർ തന്നെയാണ്, വലിയവൻ തന്നെയാണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഓരോ ദിവസവും കിട്ടുന്ന 86,400 സെക്കൻഡുകൾ അത് കഴിഞ്ഞ 2025 നമ്മൾ എങ്ങനെ ചെലവിട്ടു എന്നതൊന്ന് ആലോചിച്ച് നോക്കണം. ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഇബ്ന ആദം ഇന്നമാ അൻത അയ്യാമുൻ, ഓ മനുഷ്യപുത്ര, നീ എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസങ്ങളാണ്. തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ശനിയാഴ്ചയൊക്കെയാണ്. എന്താ ഫൈദാ ദഹബ യൗമുൻ, നിന്റെ ഒരു ദിവസം പോയാൽ ദഹബ ബഅദുക്, നിന്നിൽ നിന്ന് കുറച്ച് പോയി കഴിഞ്ഞു. പോയ ഒരു തിങ്കളും ശനിയും ചൊവ്വയും ഞായറൊന്നും തിരിച്ചു വരൂല. പോയതൊന്നും തിരിച്ചു വരൂല. പോയതൊക്കെ പോയതു തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുൻഗാമികൾ അവരുടെ ജീവിതത്തെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിരുന്നു. അലാം ക്ലോക്കുകളും വാച്ചുകളും റിമൈൻഡറുകളും നോട്ടിഫിക്കേഷനുകളും ഒന്നും ശല്യമോ സൗകര്യമോ ആകാത്ത ജീവിതത്തിലൂടെ മുന്നോട്ട് പോയ അവരെ ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാട് എന്താണെന്നറിയോ? ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, മാ നദിംതു അലാ ഷൈഇൻ നദമി അലാ യൗമിൻ ഗറബത് ശംസുഹു നഖസ ഫീഹി അജലി വലം യസിദ് ഫീഹി അമലി. മാ നദിംതു അലാ ഷൈഇൻ നദമി, ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് എന്തിനു വേണ്ടിയാണ്? അലാ യൗമിൻ, ഒരു ദിവസത്തിന്റെ കാര്യത്തിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. എനിക്ക് കച്ചവടത്തിൽ നഷ്ടം വന്നതോ, എൻ്റെ വണ്ടി ഇടിച്ചതോ, എൻ്റെ കുട്ടി മരിച്ചതോ അതൊന്നുമല്ല എൻ്റെ ഏറ്റവും വലിയ ദുഃഖം. എൻ്റെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് സൂര്യൻ അസ്തമിച്ച ഒരു ദിനത്തെക്കുറിച്ചാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത്. എന്താ അതിൻ്റെ പ്രത്യേകത? നഖസ ഫീഹി അജലി, സൂര്യൻ അസ്തമിച്ചതോടുകൂടെ എൻ്റെ ഒരു ദിവസം എൻ്റെ അടുത്തുനിന്ന് പോയി. വലം യസിദ് ഫീഹി അമലി, എനിക്ക് പുതിയതായി ഒരു അമലും ചെയ്യാനും പറ്റിയിട്ടില്ല.
അപ്പൊ അള്ളാഹുവിന് വേണ്ടി അർത്ഥവത്തായി എന്തെങ്കിലും ചെയ്യാത്ത ഒരു ദിനം എന്നിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ വേദന, എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്നാണ്. അപ്പൊ പലപ്പോഴും നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ, 2025 തിരിഞ്ഞു നോക്കിയാൽ നമ്മൾ എന്താണ് കാണുക? വീടും എന്തൊക്കെയോ അറ്റകുറ്റപ്പണികളെങ്കിലും നടത്തിയിട്ടുണ്ട്, വണ്ടി മാറിയിട്ടുണ്ട്, വീട്ടിൽ പുതിയ ഒരു അതിഥി വന്നിട്ടുണ്ട്, മരുമോൾ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പേരക്കുട്ടി ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഫോൺ വാങ്ങിയിട്ടുണ്ട്. എന്തോ ചില കാര്യങ്ങളൊക്കെ പുതുതായി 2025 സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ 2025 ആത്മീയ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴോ അത്രയും കാലം ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന്, അത്രയും കാലം ഇല്ലാത്ത എന്തെങ്കിലും ഒന്ന് നമ്മുടെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ദുന്യാവിന്റെ കാര്യത്തിൽ പുതിയ കച്ചവടം തുടങ്ങി, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തി, പുതിയ വസ്ത്രങ്ങൾ വാങ്ങി, എന്തെങ്കിലും ഒന്ന് പുതിയതായി ഇല്ലാത്ത ആരുമില്ല, എല്ലാം ഉണ്ട്. പക്ഷേ 2025 മുമ്പുണ്ടായിരുന്നതിലേറെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പുതിയ ദിക്റിന്റെ അർത്ഥം നമ്മൾ പുതിയതായിട്ട് പഠിച്ചോ? ഒരു പുതിയ സൂറത്തിലെ 2 ആയത്ത് നമ്മൾ പഠിച്ചോ? ഏതെങ്കിലും മനസ്സിൽ തറച്ചു നിൽക്കുന്ന, ഓർത്തു നിൽക്കുന്ന, മനസ്സറിഞ്ഞ് പുണ്യങ്ങളെ മുഴുവൻ പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും സദഖ കൊടുത്തോ? സദഖ കൊടുത്തിട്ടുണ്ടാവും. സദഖ വരുന്ന ആളുടെ വലിപ്പത്തിനും എണ്ണത്തിനും പറച്ചിലൊക്കെ അനുസരിച്ച് ചിലപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവും, ഞാനുങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷേ മനസ്സറിഞ്ഞ്, അല്ലേ, ഇതെന്റെ പരലോകത്തിലേക്കുള്ളതാണെന്നും ഇതെന്റെ ദുനിയാവിലെ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ളതാണെന്നൊക്കെ വിചാരിച്ചു കൊടുത്തിട്ടുണ്ടോ? പലതരം സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു സുന്നത്ത് നമസ്കാരത്തെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പുതിയൊരു രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ? റമദാൻ കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ എടുത്തു നോക്കിയിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുവർഷം വരുമ്പോൾ പടക്കം പൊട്ടിക്കലും ആശംസ നേരലും പിന്നെ ന്യൂ ഇയർ ഫ്രണ്ടിനെ കണ്ടെത്തലും അയാൾക്ക് സമ്മാനം അയക്കലും ഒന്നുമല്ല അയാളുടെ അജണ്ട. ചുറ്റുമുള്ള ജീവികളെ ഞാൻ ദ്രോഹിച്ചിട്ടുണ്ടോ? മനുഷ്യർ ഉൾപ്പെടെയുള്ള സർവ്വതിന്റെയും ആവാസ വ്യവസ്ഥിതിയിൽ ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അല്ലെ, ഭൂമിയെ തകർക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അനുബന്ധങ്ങളും ഒക്കെ എന്റെ കൈക്ക് ഉത്തരവാദിത്തമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? രോഗികളായി കഴിയുന്നവർ അരികത്തും അയൽപ്പക്കത്തും കുടുംബത്തിലും ബന്ധത്തിലുമുണ്ട്. അവർക്ക് വേണ്ടി ആശ്വാസവാക്ക് പറയാനോ കൂടെ പോകാനോ ചേർന്ന് നിൽക്കാനോ സഹായിക്കാനോ എനിക്ക് പറ്റിയിട്ടുണ്ടോ? അനാഥ ബാല്യങ്ങളുണ്ട്, അവരുടെ കാര്യത്തിൽ എന്തു ഞാൻ ചെയ്തു? എനിക്ക് കയ്യെത്താത്ത അകലത്തിൽ നൊമ്പരങ്ങളും വേദനകളും പ്രതിസന്ധികളും പ്രയാസങ്ങളും മായി കഴിയുന്ന ധാരാളം മനുഷ്യരുണ്ട്. ഉറങ്ങാത്ത രാവുകളിൽ രാപ്പൊറുതികളെ അതിജീവിക്കാൻ മരുന്നിനെ മാത്രം അവലംബിക്കുന്നവരുണ്ട്. അവരുടെ ഇടയിലൊക്കെ എനിക്ക് എന്തെങ്കിലും റോൾ ഉണ്ടായിട്ടുണ്ടോ? എന്റെ സമയം എവിടെ കൊഴിഞ്ഞുപോയി? ഞാനും എൻ്റെ ഫോണും തമ്മിൽ എത്ര തവണ കണ്ടു? ഞാനതിന് എത്ര തൊട്ടു? സ്നേഹപൂർവ്വം ഞാൻ എൻ്റെ മക്കൾക്ക് എത്ര തവണ ചുടുചുംബനം നൽകി? എൻ്റെ ഉപ്പനോടും ഉമ്മനോടും ചേർന്നിരുന്ന് എത്ര മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ പറ്റി? അവർക്ക് ഓർത്തു വെക്കാവുന്ന ചൂടുള്ള ഒരു ചുംബനമെങ്കിലും വാർദ്ധക്യത്തിന്റെ വേദനകളിൽ നൊമ്പരങ്ങളിൽ കഴിയുന്ന അവർക്ക് കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു മയ്യത്തിന്റെ പിന്നിലെങ്കിലും നിറക്കണ്ണുകളോടെ പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ദിവസങ്ങൾക്കിടയിൽ മരിച്ചു കിടക്കണ എന്റെ വാപ്പാന്റെ, എന്റെ അമ്മന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അല്ലാഹുവേ അവർക്ക് പുറത്തു കൊടുക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇതുപോലെയുള്ള ചിന്തകളും ചോദ്യങ്ങളുമാണ് ഇതിനെ ആഘോഷരാവാക്കുമ്പോഴും ഇതിനെ കേവലം നാട്ടു നടപ്പുകളുടെ അല്ലെങ്കിൽ ഓഫീസ് പ്രയോറിറ്റികളുടെ അതല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജികളുടെ ഇരകളായി നമ്മൾ മാറുമ്പോഴും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. എന്നാൽ 2025 ഗൗരവപൂർവ്വം കുറേ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഉറക്കൊഴിച്ചിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്, റിസ്ക് എടുത്തിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. എന്തിനായിരിക്കും? ദുന്യാവിൽ അവസാനിക്കുന്ന കാര്യങ്ങൾക്കായിരിക്കും. നമ്മൾ ഇന്ന് മരിച്ചാൽ അടുത്ത നിമിഷം നമ്മളുടെ പേരിലുള്ളതിന്റെ എല്ലാം അവകാശം വേറുള്ളവരിലേക്ക് നീങ്ങി. അതുകൊണ്ടാണ് സ്വഹാബി മരിച്ച വിവരം വന്നപ്പോ സ്വഹാബിന്റെ ഭാര്യ ചപ്പാത്തി കഴിക്കണ മക്കളോട്, മക്കളെ ഇനി ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി, അവർ കുഴക്കൽ അവിടെ നിർത്തി. എന്നിട്ട് ഭക്ഷണപാത്രത്തിൽ വിളമ്പാനിരിക്കുന്ന ചപ്പാത്തിയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഇനി ശ്രദ്ധിച്ച് കഴിച്ചാൽ മതി. ഈ നിമിഷം വരെ നിങ്ങളെ വാപ്പാൻ്റെതായിരുന്നു. ഇപ്പൊ വാപ്പ പിന്നിട്ട് പോയ സമ്പാദ്യത്തിന് വേറെ ഉടമസ്ഥരുണ്ട്, അത്രേ ഉള്ളൂ. നമ്മുടെ ബാങ്കിലെ അക്കൗണ്ട് ബാലൻസ്, നമ്മുടെ പ്രോപ്പർട്ടികൾ, നമ്മുടെ ആധാരങ്ങൾ സർവ്വതും മറ്റുള്ളവരുടേതായി മാറുന്നതോടുകൂടെ തീരും. ഖുർആൻ അതാ പറഞ്ഞത്, ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, അവർ ദുന്യാവിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദുന്യാവിന്റെ തിരക്ക് കൊണ്ട്, ഞാൻ എപ്പോഴും പറയണ പോലെ, അവർക്ക് ഒരു വിശ്വാസത്തിന്റെ ആധാർ കാർഡ്, വിശ്വാസത്തിന്റെ ഐഡന്റിറ്റി കാർഡായിട്ടുള്ള നമസ്കാരം പോലും സമയത്തിനും നേരത്തിനും വൃത്തിക്കും നിർവഹിക്കാൻ പറ്റുന്നില്ല. അതിന് 100 ന്യായങ്ങളാണ്, പറഞ്ഞൊപ്പിക്കുകയാണ്. മാതാപിതാക്കൾ അവരെ നിസ്കാരത്തിന് വിളിക്കണവർക്ക് ഇഷ്ടമല്ല, മാതാപിതാക്കൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണില്ല.
സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിലാണ് കഴിഞ്ഞിരിക്കുകയാണ്. അടുക്കളയും വരാന്തയും മുറ്റവും അടിച്ചോരലും അതിമണ് തീരലാണ് ഹയാത്ത് അല്ലെ. അതൊന്നും ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമാണ്. അതൊന്നും സമയം തെറ്റാൻ പറ്റൂല. പക്ഷെ ലോഹറിന് വേണമെങ്കിൽ അസർക്കെത്താം, അസർ വേണമെങ്കിൽ ഒഴിവാക്കാം. കല്യാണമാണെങ്കിൽ പിന്നെ അന്ന് നിസ്കാരമല്ല, പാർട്ടിയും പ്രകടനവും പരിപാടിയാണെങ്കിൽ പിന്നെ മതം ആ പരിസരത്തില്ല അല്ലെ. മതത്തിന് പിന്നെ അവിടെ ഒരു റോളും ഇല്ല. ഇങ്ങനത്തെ ഒരു ജീവിയായി നമ്മൾ മാറിയാൽ വിശുദ്ധ ഖുർആനിലെ അടുത്ത പ്രയോഗം നമ്മളൊക്കെ എത്രയോ തവണ ഓതിയ നമുക്ക് ഹിഫ്ളുള്ള ആയത്താണിത്. എന്താ? വലാഖിറത്തു ഖൈറും വഅബ്ഖാ, ആഖിറമാണ് എന്നേക്കും ബാക്കിയാവുന്നത്. വലാഖിറത്തു ഖൈറാണ്, അതാണ് ഖൈർ, വഅബ്ഖാ അതാണ് എന്നേക്കും ബാക്കിയാകുന്നത്. ഈ അടിസ്ഥാനത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ എന്താ സംഭവിക്കാറ്? ഖുർആൻ പറഞ്ഞു ഇന്നമൽ ഇലമു അന്നമൽ ഹയാത്തുദ് ദുനിയ, ദുന്യവിയായ ജീവിതം എന്ന് പറയുന്നത് ലഅബ്, അത് കളിയാണ്. വെറുതെ എടുത്തു നോക്ക്. ലഹവാണ്, അത് വിനോദാണ്. കളിയിലും വിനോദത്തിലാണ് തോന്നപ്പോണത് സമയം. കളിയും വിനോദവും ഒട്ടും വേണ്ടാന്ന് ഇസ്ലാം എവിടെയും പറഞ്ഞിട്ടില്ല. കളിയും വിനോദവും കുടുംബവും ആശ്വാസവും സന്തോഷവും ഒന്നും വേണ്ടാന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മദീനയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, മക്കയിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ജീവിതങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പ്രവാചക ജീവിതത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്ക് പറയാൻ പറ്റൂല. പ്രവാചകൻ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലെ. പ്രവാചകൻ അന്നത്തിന് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാന്റെ ഔദാര്യം കാത്ത് ഒരു ദിവസം നിന്നിട്ടില്ല. ആരാന്റെ ഔദാര്യം കാത്ത് ഒരു ദിവസം നിന്നിട്ടില്ല. ആടിനെ മേച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ത്യാഗപൂർവമായ കച്ചവട യാത്രകൾ നടത്തിയിട്ടുണ്ട് നുബുവത്തിന് മുമ്പ് തന്നെ അല്ലേ. അത് കഴിഞ്ഞാൽ ഭാര്യമാരുടെ കൂടെ അദ്ദേഹം സമയം ചെലവിട്ടിട്ടുണ്ട്. ഞാനൊരു സൂഫിയാണ്, എനിക്ക് ദുന്യാവിന്റെ ഇഷ്ടങ്ങളൊന്നും വേണ്ടാന്ന് പ്രവാചകൻ പറഞ്ഞിട്ടില്ല. ഭാര്യമാരുടെ കൂടെ ഇരുന്നിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്. റൊമാൻറ്റിക് ലൈഫിന്റെ, പ്രണയ ജീവിതത്തിന്റെ ഏറ്റവും മനോഹര ദൃശ്യങ്ങൾ മനുഷ്യ ചരിത്രത്തിന് പ്രവാചകനോളം കൊടുത്ത ആരുമില്ല. പ്രവാചകന്റെ സെക്സുമായിട്ട് ബന്ധപ്പെട്ട, ഇന്റർകോഴ്സുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനുകളെ, മാർഗനിർദ്ദേശങ്ങളെ മാത്രം പഠിച്ച് ഇസ്ലാം സ്വീകരിച്ച വ്യക്തികൾ ലോകത്തുണ്ട്. ഇത്രയും സയന്റിഫിക് ആയിട്ട്, ഇത്രയും ശാസ്ത്രീയമായിട്ട് മനുഷ്യ ശരീരത്തിന്റെ ജീവശാസ്ത്രങ്ങളെയോ അല്ലെങ്കിൽ അനാട്ടമിയെയോ മനുഷ്യ ശരീരത്തെയോ പഠിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഇത് പറയാൻ പറ്റില്ല. പ്രവാചകൻ അനാട്ടമി പഠിച്ചിട്ടില്ല, പ്രവാചകൻ ബയോളജി പഠിച്ചിട്ടില്ല, പ്രവാചകൻ ലേബർ റൂമും ലാബും അത് പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പിന്നെ എങ്ങനെ പറയാൻ പറ്റി? സ്വന്തം പേരെഴുതാൻ അറിയാത്ത, ജനിക്കും മുമ്പേ പിതാവിനെ നഷ്ടപ്പെട്ട, ജനിച്ച് 6 വയസ്സാകുമ്പോ തന്റെ മടിയിൽ കിടന്ന് മരിക്കുന്ന ഉമ്മ മരണപ്പെടുകയാണെന്ന് പോലും മനസ്സിലാക്കാൻ പ്രാപ്തിയില്ലാത്ത പ്രായത്തിൽ അനാഥത്വത്തിന്റെ വേദനകളിലേക്ക് വഴിമാറ്റപ്പെട്ട ഒരു പ്രവാചകന് ഇതെങ്ങനെ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആകാശത്ത് നിന്ന് വഹയുമായി വരുന്ന ജിബ്രീൽ അലൈഹി സ്വലാം പറഞ്ഞു കൊടുത്തു അതിന്റെ ഉത്തരം, വാനമിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് ആരുടെ മുന്നിലും എവിടെയും കരുത്തോടെ, ഉറച്ച ശബ്ദത്തോടെ, ഉന്നതമായ ആവേശത്തോടെ, കൃത്യമായ വിവേകത്തോടെ പറയാൻ ഒരു വ്യക്തിയെ പ്രാപ്തമാക്കുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ. അതിലേക്കൊന്നും എത്താൻ പറ്റാത്തത് ലഹബുമാണ്, കളി വിനോദാണ്. പിന്നെന്നുള്ള സീനത്ത്, അലങ്കാരങ്ങളാണ്. ഒക്കെ ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പരിപാടി അല്ലേ. ജീവിതം എടുത്തു നോക്കിയാൽ മതി. ജീവിതത്തിലെ വലിയ സമ്പാദ്യം എന്തിനാ പോണേ? ബ്യൂട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് പോണേ. ഒരു ബ്യൂട്ടി വേണ്ടാന്നില്ല. പക്ഷേ അടുത്തതാണ് പ്രശ്നം. ബൈനക്കും, എനിക്കൊരു സ്റ്റാറ്റസ് ഇല്ലേ, ആ സ്റ്റാറ്റസ് അനുസരിച്ച് ഞാൻ പോണ്ടേ? അതിനും കുഴപ്പമില്ല, സ്റ്റാറ്റസ് അനുസരിച്ചും പോകാം അല്ലെ. ഒരു വ്യക്തിയുടെ അവസ്ഥക്കനുസരിച്ചേക്ക് ജീവിക്കാം, അതിനും പ്രശ്നമില്ല. പക്ഷെ അരികത്തും ചുറ്റുമൊക്കെ ഒരിക്കലും നിറയാത്ത വയറുകളും ഒരിക്കലും അണയാത്ത ദുഃഖത്തിന്റെ കനലരിക്കുന്ന ഹൃദയങ്ങളും ഒഴുകുന്ന കണ്ണുകളും ഉണ്ടാകുമ്പോ അതെന്റെ ഫർളാണ്. ആ ഫർളിലേക്ക് നിക്ഷേപിച്ചതിന് ശേഷം ഞാൻ അത്തരം കാര്യങ്ങളിലേക്ക് പോകാവൂ. അതാണ് അവിടുത്തെ വിഷയം. നോക്കൂ നിങ്ങൾ, മക്കളെ വെച്ചിട്ടും സമ്പാദ്യം വെച്ചിട്ടുള്ള കളിയാണ് പിന്നെ നടക്കണതെന്നാണ്. ഇങ്ങനെ ആയുസ് കൊഴിഞ്ഞു പോണതിന്റെ അടുത്ത് സഹോദരന്മാരെ ഒരു ദിവസം അവസാനിക്കും. അവിടെയാണ് ഖുർആൻ ചോദിച്ചത്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബഥ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നമാ ഖലഖനാകും അബഥ, നിങ്ങളെ നമ്മൾ വെറുതെ ഉണ്ടാക്കിയതാണെന്ന്? ഏതാ അത്ഭുതമല്ലാത്തത്? മനുഷ്യന്റെ ശരീരം എടുത്തു കഴിഞ്ഞ സഹോദരന്മാരെ, ഏതാണ് അത്ഭുതമല്ലാത്തത്? എന്തെങ്കിലും ഉണ്ടോ? മനുഷ്യന്റെ മുടി എടുത്ത, എന്റെ മുടി പോലെ മുടി ലോകത്ത് ആർക്കില്ല, എനിക്ക് മാത്രം. അതുകൊണ്ടാണ് കുറ്റാന്വേഷണത്തിൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ വന്ന അവർ തപ്പണ കാര്യങ്ങളിൽ ഒന്ന് അതായിരിക്കും. അവരുടെ കയ്യിലെ ലെൻസും ആധുനിക ഉപകരണങ്ങളും വെച്ചിട്ട് എന്റെ ഉമനീര് ഞാനൊരു സ്ഥലത്ത് തുപ്പിപ്പോയാൽ എന്റെ ഉമനീരിലേക്ക് വേറെ ഉമനീര് വന്നതെന്ന് വേറെ തിരിച്ചെടുക്കാൻ പറ്റും. എന്റെ ഉമനീര് പോലെ എനിക്ക് മാത്രം ഉമനീര്, എന്റെ കൈവിരലടയാളങ്ങൾ പോലെ എനിക്ക് മാത്രം കൈവിരലടയാളം, എന്റെ കണ്ണിലെ
ചില പ്രത്യേക സെല്ലുകൾ എനിക്ക് മാത്രം. അതുകൊണ്ടാണ് കണ്ണ് ഐഡന്റിഫിക്കേഷൻ മാർക്കായി മാറുന്നത്. എയർപോർട്ടിൽ ഇമിഗ്രേഷൻ കൗണ്ടറിൽ ചെന്നിട്ട് നോക്കാൻ പറയണത് അല്ലേ, അത് ഫേസ് എടുക്കാൻ മാത്രമൊന്നുമല്ല, ഊരി കൊണ്ടുപോകാണ്. നമ്മളെന്ന വ്യക്തിയെ കുറിച്ചുള്ള കൃത്യമായ ഡാറ്റ അനങ്ങാൻ പറ്റൂല. ഇതാണ് മനുഷ്യരിൽപ്പെട്ട, അള്ള പടച്ച കോടിക്കണക്കിന് മനുഷ്യരിൽപ്പെട്ട ഏതോ ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ ഉള്ളിലെ ചെറിയ പെർസെന്റേജ് വെച്ച് ഇത്രയൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കിയ റബ്ബിന് ഇതൊന്നും ഒരു പ്രയാസമല്ല അല്ലേ. മരിച്ചവരെ ജീവിപ്പിക്കാൻ ഇത്രയും ചെയ്ത റബ്ബിന് പറ്റൂല എന്ന് ചോദിക്കണം. അതുകൊണ്ടാണ് ഖുർആൻ ചോദിച്ചത്, നിങ്ങളെ വെറുതെ ഉണ്ടാക്കിയതാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അന്നക്കും ഇലൈനാ ലാ തുർജഊൻ, നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ല എന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇന്നലെ സൗദി അറേബ്യയിൽ അൽഹായിൽ മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലാക്കി കൊടുക്കുമാറാകട്ടെ. നല്ല കച്ചവടക്കാരനാണ്. പക്ഷേ കച്ചവടത്തിനിടയിലും ദുന്യാവിനും പരലോകത്തിനും ഇടയിൽ വരക്കാനുള്ള ഒരു വരണ്ട്. ആ വര വരക്കാൻ കഴിഞ്ഞവർ രക്ഷപ്പെട്ടു. പലപ്പോഴും മനുഷ്യന്മാർക്ക് പറ്റണ എന്താ, കച്ചവടത്തിലുള്ളവൻ കച്ചവടത്തുമേ തന്നെ, വണ്ടിമ്മള്ളവൻ വണ്ടിമ്മ തന്നെ അല്ലേ, സ്കൂളിലെ അധ്യാപകനായോ അധ്യാപകൻ തന്നെ, വേറൊന്നുമില്ല. അതിനിടയിലൊക്കെ ദുന്യാവിന്റെ കൂടെ ദീനുണ്ട്. ആ ദീനൊക്കെ ഓരോന്നിനും ഓരോ സ്റ്റോപ്പ് കൊടുത്താൽ പറ്റും. ഇവിടെ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭമായ ഏത് ഹോസ്പിറ്റലിൽ ചെന്നു നിങ്ങൾ, 100, 150, 200 പേഷ്യൻസ് അവിടെ ഇരിക്കെ ഒന്നാമത്തെ റക്കഅത്ത് പള്ളിയിൽ തുടങ്ങിയെന്ന് ഉറപ്പായതിന്റെ ശേഷം ആ സീറ്റിൽ നിന്ന് സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ഇറങ്ങിയിട്ട് സൊഫിൽ കയറി നിസ്കരിച്ച് പെട്ടെന്ന് തിരിച്ചു വരണേ എത്രയോ ഡോക്ടർമാരുണ്ട്. നേരെ തിരിച്ച് ഒക്കെ കഴിഞ്ഞ് 6 മണിക്ക് സുബഹി നിസ്കരിക്കുന്ന ആൾക്കാരുണ്ട്. 6 മണിക്ക് നിസ്കരിക്കുമ്പോഴും പേഷ്യൻസ് അവിടെ ഉണ്ടാകും. 6 മണിക്ക് നിസ്കരിക്കുമ്പോഴും കടയിൽ തിരക്കുണ്ടാകും. കറക്റ്റ് സമയത്ത് നിസ്കരിക്കുമ്പോഴും ഉണ്ടാകും. ഇത് വേർതിരിച്ചെടുക്കാൻ കഴിയണം. അപ്പൊ അങ്ങനത്തെ ഒരു കച്ചവടക്കാരനായിരുന്നു അദ്ദേഹം. ഞാൻ അൽഹായിലൊരു പ്രബോധന സംബന്ധമായ പരിപാടിയായിട്ട് ചെന്നപ്പോൾ മുപ്പര് ഇങ്ങനെ ക്ഷണിക്കുകയാണ് ആൾക്കാരെ, മലയാളികളെ. നീണ്ട വർഷമായിട്ട് അല്ലേ, ഇന്നിപ്പോൾ അവിടുത്തെ ക്രൗൺ പ്രിൻസിനെക്കാളും കാലം മുപ്പര് അവിടെ ജീവിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നു. ഇങ്ങനെ ക്ഷണിക്കുക. അപ്പൊ എനിക്കത് ഭയങ്കര കൗതുകം തോന്നി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പ്രശംസിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു ദിവസം ഞാനൊരു ചങ്ങാതിനെ വിളിച്ചു, നിങ്ങൾ വെരിങ് ക്ലാസ്സിന് പറഞ്ഞപ്പോൾ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, കാക്കേ നിങ്ങളെ തലയൊക്കെ നരച്ചു തുടങ്ങി, എന്നിട്ട് നിങ്ങളത് ഫുള്ള് കറുപ്പാ, കുറച്ചൊന്ന് കളിക്കട്ടെ കുറച്ചു കാലം, എന്നിട്ട് നന്നാകാം. അപ്പൊ തന്നെ നന്നായാലും ബുദ്ധിമുട്ടാണ്. ഓനൊരു ചിരിയും ചിരിച്ചിട്ട് ഒരു ഇളി ഇടിച്ചിട്ട് അങ്ങനെ തന്നെ അവർ പറഞ്ഞത്. അങ്ങനെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സൗദി ഷുർത്താൻ വിളിച്ചു, പോലീസ് വിളിച്ചു, നിങ്ങളെ നാട്ടുകാരനൊരു ചങ്ങാതി ഇവിടെ ആക്സിഡന്റ് ആയിട്ട് വരണം എന്നാണ്. ചെന്ന് നോക്കിയപ്പോൾ സ്റ്റിയറിംഗിന്റെ സീറ്റിന്റെ ഇടയിൽ അങ്ങനെ കരിഞ്ഞിരിക്കുന്നുണ്ട്, പകുതി കത്തിയിട്ട് ഇരിക്കുന്നുണ്ട്. ഞാനാണ് അവന്റെ ബോഡി റിക്കവർ ചെയ്തത്, പോലീസുകാർക്ക് വേണ്ട സൈനും കാര്യങ്ങളൊക്കെ കൊടുത്തത് ഞാനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അത്രേ ഉള്ളൂ. വരുന്നോടത്ത് വെച്ച് കാണാന്ന് ചില ആൾക്കാർ വിചാരിക്കുക. ഒന്നുമില്ല, എവിടെ കാണാറില്ല. ഒരാളുടെ 2 കാലും മുന്നിൽ വെക്കാൻ പറ്റൂല. 4 കാര്യത്തെ കുറിച്ച് ചോദിക്കും. ഒന്ന്, വയസ്സ് എന്തിന് ചെലവാക്കി? നിന്റെ ശരീരത്തിലെ കിഡ്നിയും നിന്റെ കരളും നിന്റെ മസ്തിഷ്കവും നിന്റെ ആമാശയവും നിന്റെ ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങളും ഓജി ജംഗ്ഷനും നിന്റെ പാൻക്രിയാസും നിന്റെ ശരീരത്തിലെ അനുഗ്രഹങ്ങളായി നിനക്കൊരു നിമിഷം ഭാരമാകാതെ കൊണ്ടു നടന്ന സർവം നീ എന്തിനു ചെലവാക്കി മനുഷ്യ എന്ന് പഠിച്ചു ചോദിക്കൂ. നിനക്ക് ചില വിജ്ഞാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്താണ് ആ വിജ്ഞാനം? ഗംഗയിൽ ഒഴുക്കപ്പെടുന്ന മനുഷ്യ മൃതശരീരം തിന്നു കഴിയുന്നത് ആത്മീയതയാണെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ നീ പെട്ടിട്ടില്ല. എന്താ, മനുഷ്യന്റെ കൈകളാൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. അതിന് നീ പോയിട്ടില്ല. നിനക്ക് തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് അല്ലേ? പ്രവാചകൻ അന്ത്യപ്രവാചകനെന്ന് നിനക്കറിയാം, ഖുർആൻ ഓതാൻ നിനക്കറിയാം, അത് സത്യാണെന്ന് നിനക്ക് അറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വെച്ച് നീ എന്ത് ചെയ്തു? നീ സമ്പാദിച്ചുണ്ടാക്കിയ സമ്പാദ്യം അത് എവിടുന്ന് വന്നു, എവിടെ പോയി? അതിന്റെ റെസിപ്റ്റും അതിന്റെ വൗച്ചറും രണ്ടും വേണ്ടി വരും. എന്തിന് ചെലവാക്കിയ ഓരോ നാണയത്തുട്ടിനും മറുപടി പറയേണ്ടി വരും. നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടായിരുന്നു, നല്ല ആരോഗ്യമുള്ള ശരീരം, എവിടെയും വേദനകളില്ലാത്ത ശരീരം, അത് വെച്ച് നീ എന്ത് ചെയ്തു എന്നതടക്കം കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, റസൂലുള്ളാഹിനോട് ചോദിച്ചു, അയ്യുന്നാസി ഖൈറു, ജനങ്ങളിൽ ഏറ്റവും നല്ല ആളാരാന്ന് വെച്ചപ്പോൾ പ്രവാചകൻ പറയാം, മൻ ത്വാല ഉംറുഹു വഹസുന അമലുഹു, നല്ല ദീർഘായുസ് കിട്ടിയിട്ട് സൽക്കർമ്മം ചെയ്ത ആളാണ്. അപ്പൊ സ്ഥിരമായിട്ട് കുറച്ച് പുണ്യങ്ങൾ വേണം. നമുക്ക് നല്ല നല്ല തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയും. റമദാനിലേക്കാണ് നമ്മൾ പോണത്. ഫെബ്രുവരി മധ്യവാരം പിന്നിടുന്നതോടുകൂടെ റമദാനായി. കുറച്ച് സമയമുള്ളൂ. ശരിക്ക് റമദാനിനെ ഈ വർഷമെങ്കിലും ശരിക്കൊന്ന് ഉപയോഗിക്കണമെന്ന് തീരുമാനിച്ചിട്ട് കുറച്ച് ക്രമീകരണമൊക്കെ പ്രത്യേകിച്ച് കച്ചവടക്കാർ ദീർഘയാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ. നല്ല സമയമാണ്. സ്ത്രീകൾക്ക് അവരെ നോമ്പൊക്കെ നോറ്റുവിട്ടാൻ പറ്റിയ സമയമാണ്. കുറഞ്ഞ പകലും ദീർഘമായ രാത്രി അല്ലേ, നല്ല ഏകദേശം ഒരു സേഫായിട്ടുള്ള കാലാവസ്ഥയൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്ലാനിങ് ഉണ്ടാക്കേണ്ടത്.
അങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങളെ ചിന്തിച്ച് പോകേണ്ടത്. ആരാണ് ഷർറുനാസ് എന്ന് വെച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മൻ ത്വാല ഉംറുഹു വസാ അമലുഹു, ഒരാളുടെ ആയുസ് അങ്ങനെ കഴിഞ്ഞു പോകുക, പക്ഷേ ഒരു അമലും വരുന്നില്ല, വേണ്ടാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പൊതു ഇടങ്ങളിലൊക്കെ ഇടപെടുന്നവർ വളരെ ശ്രദ്ധിക്കണം. നമ്മളെല്ലാവരും കൂടി ഇടപെട്ടിട്ട് ക്ലബിനൊരു TV വാങ്ങിക്കൊടുത്തു. ആദ്യം വാർത്തയ്ക്കാർ എല്ലാവരും പോയി കഴിഞ്ഞാൽ തിരിച്ചു വെച്ചിട്ട് കുട്ടികൾ പിന്നെ അതിലെന്താ കാണുമെന്ന് നമുക്കൊന്നും പറയാൻ പറ്റൂല. അപ്പം നമ്മൾ ഇടപെടുന്ന ഇടങ്ങൾ നമ്മൾ മരിച്ചതിൻ്റെ ശേഷം നമുക്ക് തിന്മ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാകാൻ പാടില്ല. നമ്മൾ പണം നിക്ഷേപിക്കുന്ന, നമ്മൾ സംഭാവന കൊടുക്കണം, അവിടെയൊക്കെ പോളിസി വേണം. ഇത് നിങ്ങൾ ചോദിക്കരുത്, ഇന്നത് നിങ്ങൾ ചോദിച്ചോളൂ. ഇന്ന് 2 വട്ടം പറഞ്ഞാൽ 3-ാമത്തെ വട്ടം ചർച്ചയിൽ പറയും അതിന് മുപ്പര് തരൂല എന്നറിയും. അതിന് ഉള്ളിൽ വിശ്വാസത്തിന്റെ കരുത്തും പുറത്ത് നിലപാടിന്റെ ശേഷിയും നമുക്കുണ്ടാകണം. അപ്പോഴേ അത്തരം കാര്യങ്ങൾ അങ്ങനെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സമയം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളുണ്ട്. മൻ അംദാ യൗമൻ മിൻ ഉംരിഹി, ഒരാളുടെ ആയുസ്സിൽ നിന്നൊരു ദിവസം കഴിഞ്ഞു പോയി, ഫി ഗൈരി ഹഖ്ഖിൻ ഖലാഹു, ഒരാൾക്കും വേണ്ട ഒരു ബാധ്യതയും ഒരു അവകാശവും അയാൾ ചെയ്തു കൊടുത്തില്ല, ഒരു ബാധ്യതയും ചെയ്തില്ല. ഉപ്പ, ഉമ്മ, മക്കൾ, ഭാര്യ, അയൽക്കാർ, നാട്ടുകാർ, വഴിയിൽ താമസിക്കുന്നവർ, മുന്നിലും പിന്നിലും യാത്ര ചെയ്യുന്ന വണ്ടിക്കാർ, എന്തെല്ലാം 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 ഇടപെടുന്ന ഓരോടത്തും ഓരോ സ്ഥലത്തും നമുക്ക് ബാധ്യതകൾ, ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒന്നും ചെയ്തില്ല. ഔ ഫർദിൻ അദ്ദാഹു, ഒരുപാട് ഫർളുകളുണ്ട്. നമസ്കാരം മാത്രമൊന്നുമല്ല, ഒരുപാട് ഫർളുകളുണ്ട്. ഒരു ഫർളും ചെയ്തില്ല. ഒരു പട്ട ഒത്ത നടുക്ക്, റോഡിന്റെ നടുക്ക് വീണെടുക്കുന്നത് കാണുകയാണ്. വണ്ടി സൈഡാക്കിയത് എടുത്തിട്ടുള്ള മൂമിന് ഫർള, മൂമിനിന് ഫർളാണ്, ഒരു സംശയമില്ല. അതുൾപ്പെടെയുള്ള ഒരു ഫർളും ചെയ്തില്ല. ഔ ഖൈരിൻ അസ്സസഹു, ഒരു നന്മയും സ്ഥാപിക്കാത്തൊരു പകൽ, ഒരു നന്മയും ചെയ്തില്ല, ഇല്ലേ? ഇനി ഔ ഇൽമിൻ ഇഖ്തസബഹു, പുതിയൊരു ഇൽമും നേടിയില്ല, ഒരറിവും നേടിയില്ല, പുതിയൊരു വിജ്ഞാനവും നേടിയില്ലാത്തൊരു പകല്. ഫഖദ് അഖ യൗമഹു, അവൻ അവന്റെ ദിവസത്തെ അപമാനിച്ചിരിക്കുന്നു. അവന്റെ 86,400 സെക്കൻഡിനോട് അവൻ ചെയ്ത അപമാനമാണത്. വളലമ നഫ്സഹു, അവൻ സ്വന്തത്തോട് അതിക്രമമാണ് ചെയ്തിരിക്കുന്നത് എന്നാണ്. ഈ ബോധ്യം ഉള്ളിലുള്ളത് കൊണ്ട് തന്നെ മഹാപണ്ഡിതന്മാര് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ? എന്താണ്? ഒരു പണ്ഡിതനോട് പറയാം, നിങ്ങൾ ഇരിക്കും, ഞങ്ങളെ കൂടെ കുറച്ചു നേരം സംസാരിക്കും എന്ന് പറയാണ്. ആ പണ്ഡിതന്റെ അടുത്ത് നിന്ന് അവര് വിജ്ഞാനവും കാര്യമൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അത്രയും നേരം അവിടെ നിന്ന് നടന്ന ചർച്ച കുറച്ച് അപ്പുറത്തുനിന്ന് കേട്ട അദ്ദേഹം അവരോട് പറഞ്ഞത് നിങ്ങൾ ആ സൂര്യൻ ഒന്ന് പിടിച്ചു നിർത്തി തരും, ആ സൂര്യനൊന്ന് പിടിച്ചു നിർത്തി തരും, ഞങ്ങൾ കൂടെ ഇരുന്നോളാം, സമയം പോവാണ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ്. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഒരു മനുഷ്യന് വെറുതെ ഇരിക്കുന്നതിൽ ഞാൻ ഏറ്റവും കൂടുതൽ കോപിഷ്ഠനാണ്. വെറുതെ എങ്ങനെ ഇരിക്കുക? എന്താണ് പ്രത്യേകത? ലൈസ ഫി അമലി ദുനിയ വലാ ഫി അമലിൽ ആഖിറ, ദുനിയാവിന്റെ പണിയൊന്നും എടുക്കണില്ല, പരലോകത്തിന്റെ പണി എടുക്കണില്ല. മൊബൈൽ കയ്യിലുണ്ടായ പിന്നെ എന്താണ്? നീക്കലാണ്. ഒരു റീൽ നിങ്ങൾ നീക്കിയാൽ 30-37 റീൽ വരെ നീക്കിയിട്ടുണ്ടാവും. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഒരു റീല് നീക്കിയാൽ 37 വരെ ചെക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഈ മദ്രസ എന്ന് പറഞ്ഞ സെഷൻ നടന്നു വരുന്നുണ്ട്. 5, 6, 7 ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 4 ദിവസം നമ്മളൊക്കെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇൻഷാ അല്ലാഹ് നാളെയും ഇന്നും നാളെയൊക്കെ അതുണ്ട്. അപ്പം നമ്മളിപ്പോൾ കുട്ടികളെ പഠിപ്പിക്കണം എന്താ അറിയും? കഴിഞ്ഞ എൻ്റെ 2 ക്ലാസ്സിലുള്ള സംഭവം എന്തായിരുന്നു അറിയും? മൊബൈൽ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളായിരുന്നു. അപ്പം ഞാൻ വായിച്ചെത്തിയപ്പോൾ കണ്ടൊരു സാധനം എന്താ നിങ്ങൾ ഞെട്ടിക്കുന്ന ഒരു കാര്യം, തലച്ചോറിൻ്റെ മെമ്മറി ഏറ്റവും കുറവുള്ള ജനറേഷൻ ജെൻസി ആണെന്നാണ്, ഇപ്പോഴത്തെ തലമുറയാണെന്നാണ്. ഇപ്പൊ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളില്ലേ, ഒരു 1-ാം ക്ലാസ് മുതൽ ഇങ്ങനെ പോയിട്ട് 13-ാം ക്ലാസ് ഡിഗ്രി ഒക്കെ വരെയുള്ള ആ കുട്ടികളാണെന്നാണ്. വളരെ സയന്റിഫിക് ആയ പഠനങ്ങൾ വരിക. ആ പഠനം പൂർത്തീകരിച്ച നാടുകളിലൊക്കെ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ നിരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ ഇനി നിരോധിക്കും. ഒരു 25 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ തന്നെ അന്തവും കുന്തവും ഇല്ലാത്ത മണ്ട തകർന്ന ഒരു ജനത അവിടെ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനത്തെ സ്റ്റഡീസ് ഒന്നും നമ്മളെ ഒന്നും സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമല്ല. നമുക്ക് ഇലക്ഷൻ ക്യാമ്പയിനുകൾ വേണം. നമുക്ക് ഏതെങ്കിലും സമുദായ നേതാക്കന്മാരുടെ പ്രസ്താവനയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറക്കണം. ഏതെങ്കിലും വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിന്റെ അജണ്ടകളിലേക്ക് മാത്രം ഒളിക്കണ്ണുകളായിട്ട് പോകണം. അതിന് സെൻസേഷണൽ ന്യൂസ് ഉണ്ടാകും. ആരെങ്കിലും തച്ചുകൊന്ന 1/4 മണിക്കൂർ കൊണ്ട് ചർച്ചകളും കാര്യങ്ങളും അവസാനിക്കും. തുറക്കരുത്, നമ്മളത് തുറക്കരുത്. വാർത്ത അറിയാൻ നല്ല പരിപാടികൾ ഇപ്പം ഉണ്ട്. ഞാനിരുന്ന് 24 മണിക്കൂർ ഇരുന്ന് വാർത്ത കാണുന്ന പരിപാടി ഇപ്പല്ല. ഇപ്പൊ കുറെ ചാറ്റ് ബോട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നത്തെ പ്രധാന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് തരും. അതിനാവശ്യമുള്ള മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സമയത്തെ നമ്മൾ ഒന്നുകൂടി വ്യവസ്ഥാപിതമായി ഉപയോഗിച്ച് ശീലിക്കണം എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് എല്ലാവരും ഓർമ്മപ്പെടുത്താനുള്ളതെന്ന് സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വളരെ ഗൗരവത്തോടെ ജീവിതത്തെ കാണാനും ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും റബ്ബിനെ സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം വായിച്ചു കഴിഞ്ഞപ്പോൾ ഈ വിഷയം പറയണമെന്ന് ഞാനിങ്ങനെ കൺഫ്യൂഷനായി. കാരണം പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്തൊരു ലെവൽ വെച്ച് നോക്കുമ്പോൾ
ഇത് പറയാനുള്ള യോഗ്യത പോലും നമുക്കില്ല. അപ്പോൾ പറഞ്ഞിട്ട് ആ ഒരു ഭയത്തിലും ആ ഒരു പേടിയിലും ജീവിതത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് ചിലപ്പോഴൊക്കെ ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. നമുക്ക് നിങ്ങൾ ഇമാം നബവി റഹിമഹുല്ലാ 45 കൊല്ലം ജീവിച്ചിട്ടുള്ളൂ. 45 കൊല്ലത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമാണ് റിയാദുസ് സാലിഹീനും ഇമാം നബവിയുടെ 40 ഹദീസുകളും ഷർഹ് മുസ്ലിം ഒക്കെ. അദ്ദേഹത്തിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും വൈറലാണ്, ഉപയോഗിക്കുകയാണ്. ഈ നേരത്തും ആരെങ്കിലും ഏതെങ്കിലും ഒരു ലോകത്ത് ഒരാൾ വായിക്കാത്തൊരു പുസ്തകം ഉണ്ടാവില്ല. അദ്ദേഹത്തെ കുറിച്ചൊന്ന് വായിച്ചൊരു വാചകം എന്താ പറയുക, അദ്ദേഹം ശരിക്കും കടന്നുറങ്ങിയിട്ടില്ല. അദ്ദേഹം കടന്നുറങ്ങിയിട്ടില്ല. ഗ്രന്ഥരചനക്കിടയിൽ അദ്ദേഹം കിതാബിലേക്ക് തലവെച്ച് കിടക്കും, ഞെട്ടി ഉണർന്ന് വീണ്ടും അദ്ദേഹത്തിന്റെ പണി തുടരും. അങ്ങനെയാണ് അവരൊക്കെ സമയത്ത് യൂസ്. ഇബ്നു ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അവനോട് പറയും, അദ്ദേഹം ടോയ്ലറ്റിൽ ഇരിക്കുമ്പോൾ, നീ ഉറക്കെ വായിച്ചോ, ഞാൻ കേട്ടോളാം. ഒരു മിനിറ്റ് പോലും എന്താ പറയുക, കളയാതെ സമുദായത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ദീനിനു വേണ്ടി, ക്ലാരിറ്റികൾക്ക് വേണ്ടി നിലക്കൊണ്ടവരാണ് ഇവരൊക്കെ. അവരെ ആയുഷിന്റെ അങ്ങനത്തെ പ്രത്യേകത ഉണ്ട്. അവരെ കാലത്തെ ഫിത്നകൾക്കെതിരെ ശക്തമായി നിലക്കൊണ്ടവരാണ് ഇവരൊക്കെ. അതുകൊണ്ട് നമുക്കും സമയത്തെ ഒന്ന് ചിട്ടപ്പെടുത്താൻ തീർച്ചയായും പറ്റണം. അതിലുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ 5 കാര്യം പറയാം. ഒന്ന്, ലക്ഷ്യം വ്യക്തമാകണം. എന്താണ് നമ്മുടെ ലക്ഷ്യം എന്നത് കൃത്യമായി വ്യക്തത വരണം. അതേപോലെ തന്നെ ദിവസത്തിന് പദ്ധതി വേണം. നിർബന്ധ കാര്യങ്ങൾ, പ്രയോജനമുള്ള കാര്യങ്ങൾ, ഒഴിവാക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കൃത്യമായ പ്ലാൻ വേണം. പിന്നെ പ്രാധാന്യങ്ങൾക്കനുസരിച്ച് സെറ്റ് ചെയ്യണം, പ്രയോറിറ്റിക്ക് അനുസരിച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യണം. പിന്നെ നിശ്ചിത കാര്യങ്ങൾക്ക് സമയം ബ്ലോക്ക് ചെയ്യണം. ഇന്ന സമയം ഇന്നതിനെ ഉപയോഗിക്കുള്ളൂ എന്ന് തീരുമാനിക്കണം. അതേപോലെ മൊബൈൽ ഫോണും സോഷ്യൽ മീഡിയ നിയന്ത്രിക്കണം. ഫ്രഷ് ടൈമിൽ അതൊരിക്കലും തുറക്കൂല എന്ന് ഉറപ്പുവരുത്തണം. പിന്നെ ഇന്നതിന്നതേ തുറക്കുള്ളൂ എന്ന് ഉറപ്പുവരുത്തണം. അവരിട്ട് തരുന്ന അൽഗോരിതത്തിന്റെ കെണികളിൽ കുടുങ്ങി പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ ചില കാര്യങ്ങളിൽ ഇല്ല എന്ന് പറയാൻ നമ്മൾ കൃത്യമായി പഠിക്കണം. 8ാമത്തത്, സ്വയം പരിശോധന ഉണ്ടാകണം. ഈ ദിവസത്തെ ഞാൻ എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത്. അതുപോലെ ആരോഗ്യ സംരക്ഷണവും ഉറക്കുമൊക്കെ കൃത്യതയോടുകൂടെ കൊണ്ടുപോകണം. ഇബാദത്തിന്റെ സമയത്തോട് കണക്ട് ചെയ്തുകൊണ്ട് ബാക്കി പ്ലാനുകൾ ഉണ്ടാക്കണം. ഇങ്ങനെ ധാരാളം മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് ഈ വിഷയകമായിട്ട് കാണാൻ കഴിയും. കാര്യങ്ങളെ ശരിയാം വിധം പഠിച്ച് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. വലിയൊരു സന്തോഷവും വലിയൊരു പ്രാർത്ഥനയുടെ ആവശ്യവും ഞങ്ങളോട് പറയണം. ഈ പള്ളിയുടെ കളക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയും, ഈ പള്ളിയിൽ ഇരിക്കണവരും അതുപോലെ തന്നെ എന്താ പറയുക, പിന്നെ സോഷ്യൽ മീഡിയയിൽ ഈ ഖുത്ബ എല്ലാ ആഴ്ചയും കേൾക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഏറ്റവും മിനിമം ഒരു 3,000-4,000 ആൾക്കാർ എന്തായാലും കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഈ പള്ളിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ തീർക്കണം എന്നൊക്കെ പറയും. അപ്പോൾ നീണ്ട കാലമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെതായ പരിശ്രമം കൊണ്ട് നമുക്ക് കുറച്ച് പൈസ ഒക്കെ കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും ഒക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിൻ്റെ അടിയിൽ നിന്ന് വലിയ സംഖ്യ, ചെറിയ സംഖ്യ എന്നല്ല, വലിയൊരു സംഖ്യ അദ്ദേഹം കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് ഞാൻ ഉംറ പോയപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കണം, എനിക്ക് മക്കളില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ ഒരു വട്ടം കണ്ടിട്ടില്ല, ഒറ്റവട്ടം പോലും മുഖാമുഖം സംസാരിച്ചിട്ടില്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം അദ്ദേഹം പൊട്ടിക്കരഞ്ഞ് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് പെങ്ങളില്ല, എനിക്ക് ബ്രദറില്ല, ആരുമില്ല, എനിക്കൊരു കുഞ്ഞുമില്ല, മക്കളുണ്ടായിട്ടില്ല. ഞാനിപ്പോൾ ജുമാൻ്റെ തൊട്ട് മുമ്പ് ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഇപ്പോൾ ഓഡിയോ തുറന്നു നോക്കിയപ്പോൾ ഭയങ്കര സന്തോഷത്തിൽ അദ്ദേഹം പറയാം, എൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ് സാറേ. അപ്പോൾ അദ്ദേഹം കാത്തുകാത്തിരുന്നൊരു കാര്യമാണ്. നമ്മളെ ഈ സെഫിൽ അദ്ദേഹം ഇല്ല എന്നുള്ളൂ, നമ്മുടെ കൂടെ യാത്ര ചെയ്യുന്ന അള്ളാഹു അദ്ദേഹത്തിന് സ്വാലിഹായ ഒരു സന്താനത്തെ കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ഇനി ഈ വിഷയത്തിൽ സങ്കടപ്പെടേണ്ടുന്ന ഒരു സാഹചര്യം ഇല്ലാത്ത രീതിയിൽ മക്കളെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അതോടൊപ്പം നമ്മുടെ സൊഫിൽ വരുന്ന ഒരു സഹോദരൻ, അദ്ദേഹം കിഡ്നി രോഗബാധിതനായി വീട്ടിലിരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വഴിയിൽ ഏറ്റവും ഉയർന്ന രീതിയിൽ സഞ്ചരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. 2026 കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി, ഞാൻ ജീവിതം കൂടുതൽ ചിട്ടപ്പെടുത്തി എന്നൊക്കെ ചിന്തിക്കാവുന്ന വിധം മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ള തൗഫീഖ് അല്ലാഹു നൽകുമാറാകട്ടെ. നമ്മുടെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗതിപ്പെടുകയാണ്. സാമ്പത്തിക ഇനിയും നമുക്ക് വേണം. എല്ലാവരും അവരവരുടെ ഓഹരികളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മഗ്ഫിറത്തിനെ നൽകുമാറാകട്ടെ.